MVI ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരോട് ചോദിക്കാം. സാറേ, എന്താ അവസ്ഥ? ഞങ്ങൾ ടെസ്റ്റിന് ആരും പങ്കെടുക്കാത്തതുകൊണ്ട് പലതവണ വിളിച്ചു, ആരും ഹാജരാവാത്ത സാഹചര്യത്തിൽ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ഡ്യൂട്ടിയായിട്ട് പോവുകയാണ്. ഇതിപ്പോൾ എത്ര പേര് ഉണ്ടായിരുന്നു സാർ ഇന്നിവിടെ? 18 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചു പലതവണ വിളിച്ചു, ആരും ഹാജരായില്ല, ടെസ്റ്റിന് ഹാജരായില്ല. നമുക്ക് സാർ, നമ്മളിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ വന്നാൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? സ്വകാര്യ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. അതിൽ ഡാഷ് ക്യാം ഒക്കെ വേണം എന്നൊരു നിർദ്ദേശമുണ്ട്, അതൊക്കെ അങ്ങനെയുണ്ടോ? അത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഡാഷ് ക്യാം ഇല്ല എന്നുള്ള വിവരം അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും, പക്ഷേ ടെസ്റ്റ് നടത്തും. സ്വകാര്യ വാഹനങ്ങളുമായി വരാനാണ് ആളുകളോട് പറയുന്നത്. സ്വകാര്യ വാഹനങ്ങളായിട്ട് വരുന്നതിന് മാക്സിമം ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യാം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പലതരം പരിഷ്കാരങ്ങളുണ്ടല്ലോ. കയറ്റത്തിലേക്ക് കയറണം, ഒപ്പം പാർക്കിംഗ് വേണം. ഇതൊക്കെ നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? അത് റോഡ് ടെസ്റ്റിലാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിലവിൽ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഗ്രേഡിയൻ ടെസ്റ്റ്, പിന്നെ ടേണിങ്ങിൽ എങ്ങനെ വണ്ടി തിരിയണം, പിന്നെ റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ സംഗതികളെല്ലാം തന്നെ റോഡിൽ ഓടിപ്പിക്കുന്ന സമയത്താണ് ഇപ്പം നിലവിൽ ചെക്ക് ചെയ്യുന്നത്. അത് ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ഇനിയും തുടരും. ഏതായാലും ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു നിർദ്ദേശം വരുമല്ലോ. അപ്പോൾ അതിനനുസൃതമായി എല്ലാ ദിവസവും വരും, ആവശ്യമെങ്കിൽ ആളുകളെ കയറ്റിവിടും. ബില്ലിംഗ് ആയിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ. കൃത്യമായിട്ട് ഞാൻ ചെയ്യും, ഞങ്ങൾ ചെയ്യും ആണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോൾ 30 പേർക്ക് മാത്രമേ വരാൻ കഴിയുന്നുള്ളൂ, 60 പേരെ വരെ എടുക്കാം എന്നൊക്കെ മന്ത്രിതലത്തിൽ ചർച്ചയായി എന്നൊരു സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ നിർദ്ദേശം വല്ലതും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഇപ്പം നിലവിൽ നിർദ്ദേശം വന്നിട്ടില്ല. അത്ര നിർദ്ദേശം വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സോഫ്റ്റ്വെയർ ചെയ്യുന്ന മോഡിഫിക്കേഷനാണ്. അത് ഞങ്ങൾ അറിയണമെന്നില്ല. സോഫ്റ്റ്വെയറിലെ ആൾക്കാർ, ഞങ്ങളിവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ആ പ്രിന്റിൽ എത്ര പേരുടെ പേരാണോ വരുന്നത് അവരെ മുഴുവൻ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇത് തന്നെയാണ്. ഇന്ന് 18 പേരുണ്ടായിരുന്നു മുട്ടത്രയിലെ ഗ്രൗണ്ടിൽ. അതിൽ ആരും തന്നെ അകത്തേക്ക് കയറിയില്ല, ആരും ഹാജരായില്ല. അതുകൊണ്ട് ഇന്നത്തെ ടെസ്റ്റിംഗ് മുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അടുത്ത ഡ്യൂട്ടികൾക്കായി ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ കണ്ടതും. ഏതായാലും വലിയ പ്രതിഷേധം, ഈ ഹൈക്കോടതി വിധി എതിരായപ്പോൾ തന്നെ പ്രതിഷേധം തുടരും, സമരം തുടരും. ഒപ്പം നിയമ നടപടികളും ഇതിനനുസൃതമായി നടത്തും. മേൽക്കോടതികളെ സമീപിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിക്കുന്നു. ഇതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ വിവരം ധരിപ്പിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാൻ ഇടപെടുമെന്നും CITU നേതാക്കൾ പ്രതികരിക്കുന്നു. മോട്ടോർ ഡ്രൈവിംഗ് ഉടമകളാകെ ഇവിടെ പ്രതിഷേധത്തിലുമാണ്.